ഈമാനുള്ള മരണം വേണോ? മുസ്ലിമായി മരിക്കണോ? പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നിന്റെ ഇരു കരങ്ങൾ ഉയർത്തിക്കെട്ടോ പടച്ചവനോട് ദുആ ചെയ്യുമല്ലോ. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാതികളുമൊക്കെ പടച്ചറപ്പിനോട് പറയുമല്ലോ. ആ പറയുന്ന സമയത്ത് നീ അല്ലാഹുവോട് പറയണം, അല്ലാഹ് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. പടച്ചവനോട് നീ മറക്കാതെ ദുആ ചെയ്യണേ, പടച്ചവനോട് മറക്കാതെ ദുആ ചെയ്യണേ. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ്, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് തൗബ നീ ചെയ്യണേ. തൗബ ചെയ്തിട്ടേ നീ മരിക്കാവൂ. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മോനെ, ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല. ഞാനും നിങ്ങളും മലക്കുകളല്ലല്ലോ, നമ്മളും മനുഷ്യന്മാരാണല്ലോ, വികാര വിചാരങ്ങളുള്ളവരാണല്ലോ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണല്ലോ. ആദമിന്റെ സന്താനം മുഴുവനും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ലവൻ പാപം ചുമക്കുന്നവനല്ല. മരണമെന്ന് പറയുന്നത് അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹ് കൊണ്ടുവരുന്ന അവസാന സമയത്തെങ്കിലും അല്ലാഹുവോട് പറയണം, നാഥാ ഒരുപാട് തെറ്റുകൾ വന്നുപോയി അല്ലാഹ്. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല, ഒന്ന് റബ്ബിനോട് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നിന്റെ കൈകാലുകൾ മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാ, കൈകാലുകൾ മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആ മരണത്തിന്റെ വേള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. മലക്കുകളോട് സംസാരിക്കുന്ന സമയം, മലക്കുകൾ നമ്മളോട് പറയുന്ന സമയം, ആ സമയത്താണ് ഒരു വിഭാഗം കടന്ന് യാചിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹ് ഒരുപാട് സമയം തന്നിട്ട് നന്നാകാത്തവനെ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഒന്ന് പറയടാ, പശ്ചാത്തപിക്കടാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയാറുള്ളത് മുഴുവനും പറഞ്ഞുകൊണ്ടൊന്ന് കഴുകിക്കളയടാ. നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണ. നിനക്ക് സമയമില്ല, നിനക്ക് തിരക്കാണെങ്കിൽ ദുആ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ, പടച്ചവനെ വഅദിന്റെ സദസ്സുകളിൽ ദുആ ചെയ്യാൻ, സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ദുആ ചെയ്യാൻ, കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യാൻ, വെള്ളിയാഴ്ച രാവിലെ ഇരുന്ന് ദുആ ചെയ്യാൻ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ, ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യാൻ, 40 പേര് കൂടുന്ന സ്ഥലത്തിരുന്ന് ദുആ ചെയ്യാൻ ഇജാബത്തിന്റെ സ്ഥലമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒരുപാട് മജ്ലിസുകൾ നിന്റെ മുന്നിൽ വന്നു, ഒരുപാട് സദസ്സുകൾ നിന്റെ മുന്നിൽ വന്നു. സമയമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ സമയമില്ലെങ്കിൽ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ, ഒരു സെക്കൻഡ് മതിയല്ലോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ഒരൊറ്റ മിനിറ്റ് മതിയല്ലോ മുസ്ലിമേ.
എങ്ങനെയെങ്കിലും മരണം വരുന്നതിന് മുമ്പ് നീ ഒന്ന് തൗബ ചെയ്യണേ. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ നിന്റെ പാപം പൊറുക്കുമല്ലോ. ഇങ്ങനെയെങ്കിലും നീ ഒന്ന് തൗബ ചെയ്യണേ. സമയമില്ലാത്തവനാണ്. മരണം കണ്ണിന്റെ മുന്നിൽ വന്നപ്പോ അവിടെ നിന്ന് പറയുന്നു, നാഥാ ഒരവസരമത്താ അല്ലാ. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയത്തും നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒന്ന് മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കണം. സമയം കുറവാണ്, നമുക്കൊക്കെ തിരക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യുമ്പോഴെങ്കിലും അല്ലാഹുവോട് പറയണം, ഈമാനുള്ള ഒരു മരണം തരണേ. അങ്ങനെ ദുആ ചെയ്യും, അല്ലാഹു നിനക്ക് ഈമാനുള്ള മരണം തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. സമയമില്ല, ഒരുത്താർക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. ദുആ ചെയ്യാനോ ദുആയുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുവാനോ ഒന്നിനും സമയമില്ല. തിരക്ക് പിടിച്ച ജീവിതം. മോനെ, ഒരസ്തഗ്ഫിറുല്ലാ പറ. ഏതുവരെ? ഈ തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നത് വരെ. അപ്പ ചെയ്താലും മതി. ആ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന അവസാന സമയം, ആ സമയത്ത് വേണമെങ്കിൽ നീ തൗബ ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെയാണ് അള്ളാന്റെ കരുണ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കേണ്ടത് അവിടെയാ. എവിടെ? ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ റൂഹ് പിടിച്ച് ഇവിടെ വരുമ്പോ ആ സമയത്തെങ്കിലും പറഞ്ഞാൽ മതി, അല്ലാ എനിക്ക് പുറത്ത്, അല്ലാ മതി പടച്ചോനെ. അപ്പൊ ആ സമയത്ത്, പക്ഷെ ആ സമയത്ത് പറയാൻ പറ്റുമോ? ആ സമയത്ത് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റാനാ? ആ അസ്റായീൽ അലൈഹിസ്സലാം തന്റെ മലക്കുകളോടും വരുന്നത് കാണുമ്പോഴേ പിന്നെ നാക്ക് പൊങ്ങിയാലില്ലേ പറയാൻ പറ്റുക. ആ സമയത്ത് പടച്ചോനെ, മരണവേദനയുടെ രംഗത്ത് എങ്ങനാപ്പാ? ആ മരണത്തിന്റെ വേദനയുടെ സമയത്ത് എത്ര നല്ലവരാണെങ്കിലും പ്രശ്നരൊക്കെ മരണങ്ങൾ വല്ലാത്തതാണ്. ഒരു പെടയലും, എത്ര നല്ലവരാണെങ്കിലും ഒരു പെടയല്. നമ്മൾ കൂടുതലൊന്നും വേണ്ടല്ലോ. ഈ കോഴിയൊക്കെ അറക്കുന്നു നോക്കിയാ പോരെ. ഈ കോഴിയൊക്കെ അറുത്തിടുമ്പോൾ ഇങ്ങനെ പെടഞ്ഞിട്ട് അവസാനം ഒരു പെടയലുണ്ട്. ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്തൊരൊറ്റ കാലും കയ്യും തലയും ഒക്കെ ഇട്ടിങ്ങനെ അടിക്കുക. ഉളുഹിയൊക്കെ ഇറക്കുമ്പോ, വലിയ പെരുന്നാളിനൊക്കെ പോത്തിനിറക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില ബിരുദന്മാർ അപ്പോഴും വീഡിയോ പിടിക്കുക യൂട്യൂബിലിടാൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി പോത്തിനിറക്ക, അള്ളാഹുവിന് വേണ്ടി ഉളുഹിയ മൃഗത്തെ അറക്കുന്ന സമയത്തും ആ അറക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ. ഇതിനാ ലൈക്ക് തണ്ടണ്ടേ? പടച്ചവനിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടാൻ. അവനൊക്കെ അവിടെ തന്നെ കബറടക്കാൻ പറ്റുമെങ്കിൽ ഇടക്കട. ആ പോത്തിനെ ഇടുന്ന സ്ഥലത്ത് തന്നെ. അതിനൊന്നും സമ്മതിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ ഇങ്ങനെ കാണാം. മരണം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ കാണുകയല്ലേ. ആ മരണം നാളെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമല്ലോ. അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം കാണാം. ഒരു മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരാൾ കരയാ. മരണ വീട്ടിലിരുന്ന് കരയുന്ന മനുഷ്യനോട് നോക്കിയിട്ട്, നീ എന്തിനാടാ കരയണേ? മരിച്ചവനെ ഓർത്തിട്ടാ നീ കരയണേ? എടാ, നീ അവനെ ഓർത്തിട്ടല്ല, നീ നിന്നെ ഓർത്തിട്ട് കരയാ. കാരണം മരണവേദന എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ അദ്ദേഹം കടന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ടു. നിനക്കത് വരാനിരിക്ക. അദ്ദേഹം രക്ഷപ്പെട്ടവനെ, നീ നിന്റെ കാര്യം ഓർത്തുകരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ മരണം അള്ളാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ജീവിതത്തിലും മരിക്കുന്ന, ഞാൻ വിശദീകരിക്കുന്നില്ല. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരത്തോടെ വേണം നീ മരണപ്പെടാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നും അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. അള്ളാഹു നമ്മൾ എന്ത് കുറ്റങ്ങൾ ചെയ്താലും അവന് പുറത്തു തരുന്നവനാണ്. അവന് കരുണയുള്ളവനാണ്. അവൻ ദയാലുവാണ്. പടച്ചവനെ, ഈ ഒരു വിചാരത്തോടു കൂടി വേണം നീ മരണപ്പെടാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതി ബി സലാസതി അയ്യാം
യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനുൽ ദന്നി ബില്ലാഹി അസ്സ വജൽ. മരണത്തിന് മുമ്പ് ചെയ്തു വെക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എങ്ങനെയാണ് മരിക്കേണ്ടത്? മുസ്ലിമായിട്ടാണ് മരിക്കേണ്ടത്, തൗബ ചെയ്തിട്ടാണ് മരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ റബ്ബെന്നെ കൈവിടൂല. ഞാൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹ് എനിക്ക് പുറത്തു തരുമല്ലോ. അല്ലാഹു ഗഫൂറാണല്ലോ, അല്ലാഹു റഹീമാണല്ലോ, അല്ലാഹു എന്നോട് കരുണ കാണിക്കുമല്ലോ. ഈ വിചാരത്തോടുകൂടി വേണം മരണപ്പെടേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു നല്ല വിചാരം ഉണ്ടാകണം അല്ലാഹുവിനെ കുറിച്ച്. റബ്ബാരാ? എന്റെ പടച്ച റബ്ബല്ലേ, എന്റെ റബ്ബ് ഗഫൂറല്ലേ, റഹീമല്ലേ, കരുണയുള്ളവനല്ലേ, ദയാലുവല്ലേ, പടച്ചവനെ വെറുതെ വിടുന്ന എനിക്ക് പുറത്തു തരുമല്ലോ. ഈ ഒരു വിചാരമാണ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു വിചാരമില്ല. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധം എനിക്ക് നിങ്ങൾക്കില്ല. ഉണ്ടെന്ന് നമ്മൾ പറയും, അള്ളാഹ് കൂടെയുണ്ട്, അള്ളാഹ് കൂടെയുണ്ട്, അള്ളാഹു എന്നെ കൈവിടൂല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വെറുതെ നാവ് കൊണ്ട് പറയാ. അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകത്തില്ലല്ലോ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ഹദീസുകൾ കാണാം, എത്രയോ ഹദീസുകൾ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് രണ്ട് മനുഷ്യരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ മുന്നിലേക്ക് രണ്ട് മനുഷ്യരെ കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അവരുടെ നന്മകൾ തൂക്കി നോക്കി അവസാനം ഒരുത്തനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു കൽപ്പിക്കുകയാ. തന്റെ കരുണയെ കുറിച്ച് മനസ്സിലാക്കുക. അവിടെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. ആ മനുഷ്യനിങ്ങനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഈ മനുഷ്യനിങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനിങ്ങനെ നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടവൻ അള്ളാഹുവിലേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നു, നീ എന്തിനാ എന്നെ നോക്കണേ? ഇല്ല അള്ളാഹ് പടച്ചവനെ, എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരുന്നവനാണല്ലോ. ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഓർത്തുപോയല്ല. പടച്ചവനെ നീ എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തിട്ട് കരഞ്ഞതാ അല്ലാഹ്. ഏതാണ് ആയത്ത്? അല്ലാഹുവേ, എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാഹ്. ആയത്ത് ഓർത്തുപോയി പടച്ചവനെ. പൊടാ, വീണ്ടും പറഞ്ഞു വിട്ടു. പിന്നെയും മുന്നോട്ട് പോകുകയാ. വീണ്ടും ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നോക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എന്തിടാ കരയണേ? അല്ലാഹ് നീ ഗഫൂർ റഹീമല്ലേ അല്ലാഹ്. അല്ലാഹ് നീ ഗഫൂർ റഹീമല്ലേ അല്ലാഹ്. നീ കരുണയുള്ളവനല്ലേ പടച്ചവനെ. ഓർത്തുപോയല്ല. വീണ്ടും മുന്നോട്ട് നടന്നു പോകുന്നു. പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്നേഹം അല്ലാഹ് നിനക്കല്ലേ പടച്ചവനെ. ഓർത്തുപോയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ച കാരണം ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരൊറ്റ വിശ്വാസം മതി. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, പടച്ചവൻ ഒരിക്കലും നമ്മളെ കൈവിടൂല എന്നുള്ളൊരു വിശ്വാസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മതി. എല്ലാ പരീക്ഷണങ്ങൾ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട പ്രവാചകനാ. ഇപ്പൊ വലിയ പെരുന്നാളൊക്കെ വരുന്നു. വലിയ പെരുന്നാൾ വരുമ്പോ ഇബ്രാഹിം നബിയുടെ വലിയ പെരുന്നാളിന് പള്ളിയിൽ പോകുമ്പോ ചെറുപ്പക്കാര് പറയും, ഇന്നിപ്പോ ഇസ്മായിൽ നബിയെ അറക്കാൻ കൊണ്ടുപോയ കഥയാ ഉസ്താദ് പറയുന്നത്. നബിയെ അറക്കാൻ കൊണ്ടുപോയ കഥയാ. കാരണം അന്ന് അതല്ലാതെ വേറെ എന്തു പറയാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകൻ. ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു അമ്പും വില്ലും തയ്യാറാക്കി ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുക. കാരണം തീക്കുണ്ടാരത്തിനകത്ത് കൊണ്ടുപോയി ഇടാൻ പറ്റൂല. കാരണം അത്രയ്ക്കും തീയ. ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവ കരിഞ്ഞു വീഴും. അത്രയ്ക്കും വലിയ തീ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുക, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഇബ്രാഹിം നബി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, പടച്ചവൻ എന്റെ മുകളില്. അപ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയെ ഈ തീ ഞാനങ്ങ് അണക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ ഈ തീ ഞാൻ അണക്കട്ടെ, ഇബ്രാഹിമേ എനിക്കൊന്ന് അനുവാദം തരുമോ? എന്റെ പൊന്നാര ചങ്ങാതി, നീ നിന്റെ കാര്യം നോക്കിപ്പോ. അതാ മറുപടി. തമാശ പറയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്റെ റബ്ബിനറിയാം, അല്ലാഹ് എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ് അല്ലാഹല്ലേ, അല്ലാഹിനറിയാം എന്നെ രക്ഷപ്പെടുത്താൻ, നീ പൊക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉല്ലാസ യാത്രയ്ക്ക് പോയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കകത്ത് നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്ന ചരിത്രം അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ധാരണ. നല്ലത് മാത്രം. അള്ളാഹ്ക്ക് ഇപ്പൊ നിന്നെ കണ്ണീരൊടുപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? അള്ളാഹുവിനെ നിന്റെ ജീവിതം തൊലച്ചിട്ട് എന്ത് കിട്ടാൻ? അള്ള തരും. ഒരൊറ്റ വിശ്വാസം ഉണ്ടല്ലോ, എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ വല്ലാഹി സത്യം ഒരിക്കലും അള്ളാഹു നമ്മളെ കൈവിടൂല. കാരണം എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് കരുതുന്നോ ഞാൻ അവന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിനെ കുറിച്ചുള്ള നിന്റെ ഒരു വിശ്വാസം ഉണ്ട്. ചുമ്മാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമൊന്നും പറയില്ല. എന്റെ ജീവിതത്തിൽ എനിക്കറിയാം എന്റെ റബ്ബ് എന്നെ കൈവിടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എന്റെ പടച്ച റബ്ബ്, ഞാൻ എത്ര വലിയ അക്രമിയാണെങ്കിലും എത്ര നന്ദി കെട്ടവനാണെങ്കിലും അല്ലാഹ് എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. പടച്ച റബ്ബിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റും. ഏത് ഹോസ്പിറ്റലാകട്ടെ, എന്തുമാകട്ടെ, ആശുപത്രി കൊണ്ടുപോകും. അവര് പറയും രക്ഷപ്പെടുത്തും, ഞങ്ങൾ രക്ഷപ്പെടുത്തും. ബിലിബീഴ്സി കൊണ്ടുപോയ, മെഡിസിറ്റി കൊണ്ടുപോയ, അല്ലെങ്കിൽ എറണാകുളത്ത് ലക്ഷറി കൊണ്ടുപോയ, അമൃതയെ കൊണ്ടുപോയ രക്ഷപ്പെടുത്തും. ഒരല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തും. ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റുമ്പോ ഷാജിയണ്ണനോടും പറഞ്ഞു, ഷാജിയണ്ണൻ ചോദിച്ചിട്ട് 90% കുഴപ്പമൊന്നുമില്ല, സക്സസ്, ഒരു കുഴപ്പമില്ല അല്ലേ. ഓപ്പറേഷനൊക്കെ കയറ്റുന്ന സമയത്ത് അവര് നിസ്സാരമായിട്ട് ചെയ്തതല്ലേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആവും, എല്ലാം റെഡിയാ, ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല, ആളെ ഞങ്ങൾ തിരിച്ചു തരും. കുറച്ചു കഴിഞ്ഞ് വന്നിട്ട് പറയും, ഇനി മോളി ഇരിക്കുന്ന ആളുടെ കയ്യിലെ കൈ കൊണ്ട് ദുആ ചെയ്തോളാം. പിന്നെന്താ പറയണത്? എല്ലാം കഴിഞ്ഞു, മോളി ഇരിക്കുന്ന ആളോട് വിളിച്ചോളാം, 48 മണിക്കൂറുണ്ട്, അതിന് മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തോളാം. എങ്കിൽ പിന്നെ ആദ്യം അത് ചെയ്താൽ പോലെ. അതാ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മരിക്കുന്നതിന് മുമ്പ് ഒരു ബോധം ഉണ്ടാകണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹ് എനിക്ക് പുറത്തേരും. അള്ളാഹ് എന്നെ നരകത്തിൽ ഇടൂല, അള്ളാഹു എന്നെ നരകത്തിലിട്ട് കരിക്കൂല. ഈ പാവിയായി എന്നെ രക്ഷപ്പെടുത്തു അല്ലാഹ്, എനിക്ക് അള്ളാഹു സ്വർഗം തരും എന്ന ഒരു പ്രതീക്ഷ, എന്ന ഒരു പ്രത്യാശ എന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ്, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാ, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനുൽ ദന്നി ബില്ലാഹ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിട്ടല്ലാതെ മരിക്കല്ലേ സ്വഹാബ. കുറിച്ച് നല്ല ഒരു വിചാരമുള്ളവനായിട്ടില്ലാതെ നിങ്ങൾ ഒരാളും മരിക്കരുത്. ആരാണ് പറയുന്നത്? മുത്തുനബിയാണ് പറയുന്നത്. റബീഉൽ അവ്വൽ 12-ന് 3 ദിവസം മുമ്പാ
അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അവിടുന്ന് സ്വഹാബത്തിനോട് കൊടുത്ത ഉപദേശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിന്നെ കൈവിടൂല, പടച്ചവൻ നിന്നെ നരകത്തിലിട്ട് കരിക്കൂല. നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഒരാളെ അല്ലാഹു വിചാരണ ചെയ്യാ പിടിച്ചു കഴിഞ്ഞ അവന്റെ കാര്യം തീരുമാനമായി ആയിഷ ദുആ ചെയ്യുമായിരുന്നു, ഹിസാബൻ യസീറാ. അവിടെന്ന് ദുആ ചെയ്യുമായിരുന്നല്ലോ. എന്താണ് ഹിസാബൻ യസീറാ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മൾ പോയി നിൽക്കുമ്പോ വലതിലും ഇടതിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, ആ കിതാബ് കൊണ്ടുവന്ന് പടച്ചറപ്പേ മലക്കുകൾ നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. ആ സമയത്ത് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോ അവിടെ ചോദിക്കുന്നു, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം ഉണ്ടല്ലോ അല്ലാ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാ. ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നത് വരെ ഞാൻ ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാനെ. ഇതെന്റെ കിതാബാണല്ലാ, ഇതെന്റെ കിതാബാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് അവിടെന്ന് ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ആ സമയത്ത് പടച്ചറപ്പ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്നതനുസരിച്ചില്ലല്ലോ, ഒരുപാട് നിസ്കാരമില്ലല്ലോ. ഇതുപോലെ പടച്ചറപ്പ് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം അല്ലാഹു അവിടെന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ. റബ്ബിന്റെ കരുണ കൊണ്ട്, റബ്ബിന്റെ കരുണ കൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ചില വിഭാഗമുണ്ട്. അല്ലാ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ചെയ്തു വെക്കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കുറിച്ച് നല്ലത് കരുതിക്കോ, ഒരു പ്രതീക്ഷ വെച്ചോ, ഒരു പ്രത്യാശ ഉണ്ടാക്കിക്കോ, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ സഹാബാ? ഒരു ഭയമുണ്ടാകണേ. അല്ലാഹുവിനെ പറ്റിയുള്ള ഒരു ഭയമുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദഖല അലാ സാബുൻ വഹുവ ഫിൽ മൗതി ഫഖാല കൈഫ തജിദുക ഖാല വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. فقال رسول الله صلى الله عليه وسلم لا يجتمعان في قلب عبد في مثل هذا الموت إلا أعطاه الله ما يرجو وآمنه مما يخاف. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാരത്തേക്ക് പ്രവാചകൻ അവിടെ നിന്ന് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന നിന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, എനിക്കെന്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എനിക്കെന്റെ
റബ്ബിലെ പ്രതീക്ഷയുണ്ട് പ്രവാചകരെ. അതിനോടൊപ്പം എന്നിൽ സംഭവിച്ച തിന്മകളിൽ ഞാൻ വല്ലാതെ പേടിക്കുന്നു നബിയേ. അവിടെന്ന് പറഞ്ഞ മറുപടി എന്താ? എനിക്ക് എന്റെ ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾ, ഒരുപാട് പാപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നാളെ പടച്ച റബ്ബ് ചോദിക്കുമല്ലോ. ആ പേടി എനിക്കുണ്ട് നബിയേ, ആ പേടി എനിക്കുണ്ട് നബിയേ എന്ന് പ്രവാചകനോട് അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാ, ഇങ്ങനത്തെ ഒരു വേളയിൽ ഈ രണ്ട് ചിന്തകൾ, സ്വർഗപ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയവും ഒരടിമയിൽ ഒരുമിച്ചുണ്ടായാൽ ആ അടിമയ്ക്ക് നൽകുകയും ചെയ്താൽ റസൂലുള്ളാഹി പറയുകയാ, അവൻ രക്ഷപ്പെട്ടു സ്വഹാബ. പടച്ചവനെ, ആ ഒരു ചിന്തയാണ് വേണ്ടത്. മരണമടുത്ത് വരുമ്പോ അല്ലാഹുവേ, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്. ജീവിതത്തിൽ എന്റെ കയ്യിൽ നന്മകളില്ലല്ലോ. ഒരുപാട് നിസ്കാരമില്ല, ഒരുപാട് ഖുർആൻ ഓതിയതില്ല, ഒരുപാട് നോമ്പ് പിടിച്ചതില്ല, ഒരുപാട് സദഖകളും സൽക്കർമ്മവുമില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെ കയ്യിൽ അമലുകൾ കുറവാണല്ലോ അല്ലാഹ്. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അല്ലാഹുവിനോട് എന്ത് പറയാനാ? നാളെ വിചാരണ ചെയ്യുമല്ലോ. അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ. നമുക്ക് കടന്നു വരേണ്ടത്. ഇത് ഓർമ്മയുള്ളത് കൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹസിബു ഖബല അൻ തുഹാസബു, വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണ ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് ഞാനും നിങ്ങളും കിടക്കുന്ന സമയത്ത് ചിന്തിക്കണം. പടച്ചവനെ എന്ന വാഴകടന്റെ വീട്ടിലേക്ക് പോയി കിടക്കുമ്പോ അവിടെ നിന്ന് ചിന്തിക്കണം, അല്ലാഹ് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വരട്ടെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവിനോട് എന്ത് പറയുമെന്നുള്ള ബോധം നമുക്ക് കടന്നു വരട്ടെ. അങ്ങനെ കടന്നു വന്നാൽ പടച്ചവനെ പിന്നെ നമ്മുടെ ഇബാദത്തുകളൊക്കെ വല്ലാതെ നല്ല അനുഭൂതിയിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയുകയാണ്, ഈമാൻ വർദ്ധിക്കുകയാണ്, ചെയ്യുന്ന നന്മകൾ മുഴുവനും നല്ലതുപോലെ ചെയ്യാൻ കഴിയുകയാണ്. പടച്ചവനെ, നമുക്ക് വല്ലാത്ത ഒരു ഉന്മേഷമാണ്. ഇബാദത്തുകളുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ട നാലാമത്തെ കാര്യമെന്താ? അല്ലാഹുവിനെ പറ്റിയുള്ള ഭയവും പ്രതീക്ഷയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭയം ഉണ്ടാകണം. അല്ലാഹുവിന്റെ മുന്നിലേക്കാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് മറുപടി അല്ലാഹുവിനോട് പറയും? എന്താണ് റബ്ബിനോട് ഞാൻ പറയുക? അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അഞ്ചാമതായി മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഞ്ചാമതായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. അഞ്ചാമത്തെ കാര്യം, മാതാപിതാക്കളൊക്കെ കേൾക്കണം. വസിയത്ത് നീ ചെയ്യുക, വസിയത്ത് നീ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കുതിബ അലാ, അവിടുന്ന് പറയുന്നു, കുതിബ അലാകും ഇദാ ഹലറ അഹദുകും അൽ മൗത്ത് ഇൻ തറക. അവിടുന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണമാസന്നമാകുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിലും മാതാപിതാക്കളുടെ ഉദാഹരണം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് വസിയത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ വസ്തുക്കളൊക്കെ ഉള്ളവരുണ്ട്, ഒരുപാട് വസ്തുക്കളൊക്കെ കിടക്കുന്നവരുണ്ട്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും എഴുതി വെക്കാറില്ല. അവസാനം മരിച്ചു കഴിയുമ്പോൾ അടിയോടടിയാ ചില വീടുകളിൽ.
ആപ്പാടെ സ്വത്തിനു വേണ്ടി കിടന്നിട്ട് വയ്യത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ചകളും അടികളും ബഹളങ്ങളും നടക്കുന്നത് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് വയസ്സൊക്കെ ആയി വരുന്നു, പ്രായമായി വരുന്നു. എന്താ ഇപ്പൊ ബിൽപത്രം എന്തതിന് പറയാ? ചിലത് ബിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്, മരിച്ചതിന് ശേഷമേ കാണിക്കത്തുള്ളൂ. എന്തേ കാരണം? എടാ, ഒരുപാട് സ്വത്തൊക്കെ ഉള്ളവര് വാപ്പ എഴുതി വെച്ചിട്ടുണ്ട്, ബിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടാ അത്? കച്ചേരിയിൽ ഇരിക്കുക. എന്തേ കാണിക്കാത്ത? കണ്ടു കഴിഞ്ഞാൽ ബദർ യുദ്ധം നടക്കും. അതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യതാ. വസീയത്തുകൾ ചിലരാണെങ്കിൽ ഒന്നും കൊടുക്കത്തില്ല. 5 നയാ പൈസ മക്കൾക്ക് കൊടുക്കൂല, ആർക്കും കൊടുക്കൂല, പെണ്ണുപിള്ളക്ക് കൊടുക്കൂല, ചെലവിനും കൊടുക്കൂല, എല്ലാം വെക്കും. അവസാനം മരിച്ചു കഴിയുമ്പോ അടിയോടടി, പടച്ചവനെ മക്കള് 3-ാം പത്തി കഴിയുമ്പോ യോഗം ചേരും. എന്തിന്? വിഹിതത്തിന് വേണ്ടി. വിഹിതം വെക്കണം. ആലോചിക്കുക എന്റെ പൊന്നാര ചങ്ങാതിമാർ, ഇതൊക്കെ നേരത്തെ കാലത്തെ ചെയ്തു വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വസിയത്ത് ചെയ്യാൻ അർഹതപ്പെട്ടതെങ്കിൽ കൈവശമുള്ള ഒരു മുസ്ലിമിന് ആ വസിയത്ത് എഴുതി രേഖപ്പെടുത്തി വെക്കാതെ 2 രാത്രികൾ കൂടുതൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ വിശ്വാസമില്ലെങ്കിൽ ഇതൊക്കെ എഴുതി ആരെങ്കിലും ഏൽപ്പിക്കണം. സ്വന്തം വീടിന്റെ തലമാരിക്കകത്ത് വെക്കാൻ പറ്റൂലല്ലോ. നമുക്ക് എത്രയോ അറിയുന്നവർ, ഇല്ലാത്തവൻ ഒരു കുഴപ്പമില്ല. 1-2 സെന്റ് ഉള്ളവന് എന്തിപ്പാ? ഈ ഏക്കർ കണക്കിനുള്ളവനാ എത്ര കെട്ടിയാലും പിന്നെയും സ്വന്തം കൂടപ്പുറപ്പുകൾക്ക് കൊടുക്കൂല. എടാ അനിയ, എന്റെ വസ്തുവിലേക്ക് പോകാൻ വഴിക്ക് 1 സെന്റ് താടാ, തരൂല. പടച്ചറബ്ബേ, എത്രയോ പേർ. ഈ അടുത്തൊരു സഹോദരി, ഉസ്താദേ, എന്റെ സഹോദരന് വലിയ വീടുണ്ട്, അവന്റെ വീടിന്റെ മുന്നിലേക്ക് കാറ് വരെ കയറി പോകും. പടച്ചോനെ, എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ഒരു വഴിക്ക് എൻ്റെ കൂടപ്പുറപ്പിനോട് 1 സെന്റ് ചോദിച്ചിട്ട് തരുന്നില്ല ഉസ്താദേ, ദുആ ചെയ്യുന്നു പറഞ്ഞിട്ട്. അള്ളാഹു ആ പൊന്നുപെങ്ങൾക്ക് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പണത്തിന്റെ വിഷയം വരുമ്പോ എന്ത് കൂടപ്പുറപ്പ്! പണവും ഇങ്ങനെയുള്ള ദുനിയാവിന്റെ കാര്യങ്ങൾ വരുമ്പോ എന്ത് കൂടപ്പുറപ്പ്! പടച്ചവനെ കൊടുക്കൂല, കൂടപ്പുറപ്പുകൾക്കൊന്നും കൊടുക്കൂല. എന്നാലും ഇങ്ങനെ ഷാജിക്കാരുടെ ഒരു കഥ പറയുന്നത് സങ്കടം എനിക്ക്. ഇന്നലെ രാത്രി ഒരാളുടെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് പടച്ചവന് സങ്കടം തോന്നിയത് കേട്ടപ്പോ. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ. ഇവിടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, ലൈവായതുകൊണ്ട്. ഒന്ന് പള്ളിയുടെ പ്രസിഡന്റ് വേണ്ട, ഒന്ന് പള്ളിയിലെ ഖത്തീബ് വേണ്ടതുകൊണ്ട് പറയാൻ വയ്യാത്തതുകൊണ്ട്. ഇത് ലൈവല്ലേ? ഒരാളുടെ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ കേട്ടപ്പോ പടച്ചവന് സങ്കടം തോന്നി. എങ്ങനെ കഴിയുന്നതോ ഇവിടെയൊക്കെ കൂടപ്പുറപ്പുകൾ കണ്ണിന്റെ മുന്നിൽ പടച്ചവനെ അല്ലാഹുവേ കടന്ന് നരകിക്കുന്നത് കണ്ടിട്ട് പോലും കരുണ തോന്നാത്ത മനുഷ്യന്മാർ. നാട്ടുകാർക്ക് കൊടുക്കും, എന്നാലും കൂടപ്പുറപ്പുകൾക്കില്ല. തന്റെ കൂടപ്പുറപ്പ് വലിയ വലിയ വീടുകൾ കെട്ട് കൊട്ടാരം പോലെയുള്ള ചില ഉമ്മമാരങ്ങനെ. പണമുള്ള മക്കളോട് വല്ലാത്ത സ്നേഹം. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞു, വലിയൊരു കാര്യം ഉസ്താദേ, എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും, എന്നോട് ഉമ്മയ്ക്കെങ്കിലും ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. മോൻ 2 നില വീട് കെട്ടി, വലിയ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഉമ്മായ്ക്ക് അങ്ങോട്ടായി, മോളെ വേണ്ട. ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ അല്ലാഹു വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതിട്ട് ഇന്റർലോക്കും കളറ് കത്തുന്ന ലൈറ്റുകളും എല്ലാം ഉണ്ട്. ആ ഗാർഡനൊക്കെ മുടക്കിയ പൈസ മതിയായിരുന്നു കൂടപ്പുറപ്പിന്റെ വീടൊന്ന് തേക്കാൻ. ആ സീറ്റ്, പൊട്ടിയ സീറ്റൊന്ന് മാറ്റിയിടാൻ നമ്മൾ ആലോചിക്കണം. പടച്ചവനെ, എന്തേ നമ്മളിങ്ങനെ ആയിപ്പോയത്? പണ്ടുള്ള തലമുറയ്ക്ക് കൂടപ്പുറപ്പെന്ന് പറഞ്ഞ ഒരു സ്നേഹമാ, വല്ലാത്ത സ്നേഹം. ഇവിടെ അവനെന്റെ അനിയനടാ, അവനെന്റെ ജ്യേഷ്ഠനടാ, അവനെന്റെ സഹോദരൻ എന്ന് പറഞ്ഞു വല്ലാത്ത ഒരു സ്നേഹമുണ്ടായിരുന്ന കാലം. ഇന്ന് പറയും, മരിച്ചാ പോലും നീ ഇവ കയറരുത് എന്റെ മയ്യത്ത് കാണാൻ. ഇവിടെ മരിച്ചാ പോലും നീ എന്റെ മയ്യത്ത് കാണാൻ കയറരുത്. എന്തേ? വിഹിതം വെച്ചപ്പോ ഇവൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയുക, ഏക്കർ കണക്കിനൊക്കെ ഉള്ളവരൊക്കെ, എന്റെ മുതലാളിമാരൊക്കെ, പൈസ സമ്പത്തൊക്കെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക? നേരത്തെ കാലത്തെ എഴുതി വെക്ക. പിന്നെ അടിയും ബഹളമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വസിയ്യത്തുകൾ എഴുതി വെക്കണം. കടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ, പൈസ കിട്ടാനുള്ളത് മൊത്തം എഴുതി വെക്കും, കൊടുക്കാനുള്ള ബുക്ക് കാണാറില്ല.
ഇങ്ങോട്ട് കിട്ടാനുള്ളത് മുഴുവനും എഴുതി വെക്കും, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും എഴുതി വെക്കാറില്ല. സത്യത്തിൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളത് മുഴുവനും എഴുതി വെക്കണം, പറയണം. വസിയ്യത്തുകൾ മുഴുവനും പറയണം, എഴുതി വെക്കണം. എന്നിട്ടേ നീ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പാടുള്ളൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. മരണത്തിന് മുമ്പ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്ന് പറ മനുഷ്യന്മാരെ, ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റേ പുസ്തകം വായിച്ചിട്ട് പറ മനുഷ്യ, ഒന്നാമത്തെ കാര്യം എന്താ? എങ്ങനെ വേണം മരിക്കാൻ? മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഒന്ന്. അതിനെന്താ ചെയ്യണ്ടേ? ദുആ ചെയ്യണം. എന്ത് ചെയ്യണം? 2, എന്ത് ചെയ്യണം? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. എളുപ്പമുള്ള തൗബ എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു നല്ല വിചാരം ഉണ്ടാകണം. അല്ലാഹു എന്നെ കൈവിടൂല, അല്ലാഹു എന്നെ പുറത്തു തരും, എനിക്ക് സ്വർഗം തരും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാലാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം ഒരു ഭയം ഉണ്ടാകണം. ഊട്ടിക്ക് പോവല്ല. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിലേക്കാ പോകുന്നത്. സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അല്ലാഹുവിന്റെ മുന്നിലേക്കാണ് പോകുന്നത്. ഒരു ഭയം വേണം. ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, ഇതിനെക്കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 5, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വസിയ്യത്തുകൾ നിങ്ങൾ എഴുതി വെക്കണം. വസിയ്യത്തുകൾ നിങ്ങൾ എഴുതി വെക്കാതെ മരണത്തിന് വേണ്ടി ഒരുങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ലല്ലോ. ഏത് സമയത്താണ് മരണം കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.